കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെയൊക്കെ മൃതദേഹം കണ്ണീരോടെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു കേരളം. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് രാവിലെ 10:30 മൃതദേഹം എത്തിച്ചത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് മൃതദേഹത്തെ അനുഗമിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. 23 മലയാളികൾക്ക് പുറമെ 7 തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടേതും അടക്കം 31 മൃതദേഹമാണ് കൊച്ചിയിലെത്തിച്ചത്. മുംബൈ മലയാളിയായ ഡെന്നി ബേബി ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹം അല്പസമയത്തിനകം ദില്ലിയിലേക്ക് കൊണ്ടുപോകും. പോലീസ് അകമ്പടിയോടെയാണ് ആംബുലൻസുകളിൽ മൃതദേഹം വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ലേബി സജീന്ദ്രനും അലി അക്ബർ ഷായും നമുക്കൊപ്പം ചേരുന്നു. ലേബി സജീന്ദ്രൻ, പ്രത്യേക സജ്ജീകരണങ്ങളാണ് മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും വീടുകളിലേക്കുള്ള ആംബുലൻസുകൾ, അതിൻ്റെ യാത്രാ റൂട്ട്, ആ വഴികളിലെ ഗതാഗത ക്രമീകരണങ്ങൾ എല്ലാം സജ്ജമല്ലേ? നാട് കണ്ണീരോടെ വിട ചൊല്ലുമ്പോൾ അതിനാവശ്യമായ ഒരുക്കങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ ഏകോപിപ്പിക്കുകയല്ലേ? തീർച്ചയായും സുജയ, എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാന സർക്കാർ ഏകോപിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അരികിൽ കാണാം അരുൺ ബാബു 1, നിതിൻ 2, അനീഷ് 3, സിബിൻ 4. സിബിൻ്റെ പിതാവൊക്കെ ഇവിടെ വന്ന് കമിഴ്ന്നു കിടന്ന് കരയുന്ന കാഴ്ച കരളലിയിപ്പിക്കുന്നത് തന്നെയായിരുന്നു സുജയ. ഇത്തരത്തിൽ അക്കമിട്ട ഓരോ മൃതദേഹങ്ങളും ഇങ്ങോട്ട് മാറ്റുന്ന കാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്രയോ തവണ നമ്മളൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ദയനീയമായൊരു രംഗം, 31 മൃതദേഹങ്ങൾ ഒരുമിച്ച് കിടത്തിയിരിക്കുന്നു. അത് ഓരോന്നായി അക്കമിട്ട് നമ്പറിട്ട് കൊണ്ടുവരുന്നു, ടേബിളിലേക്ക് കൊണ്ടുവരുന്നു. അതെല്ലാം ഇവിടെ ഒന്നൊന്നായി വന്നതിന് ശേഷം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും എല്ലാം അന്തിമോപചാരം അർപ്പിച്ച് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. അതിനുശേഷം മുഖ്യമന്ത്രിയും കേന്ദ്ര സഹമന്ത്രിമാരും മറ്റും സംസ്ഥാനത്തെ മന്ത്രിമാരും ജനപ്രതിനിധികളും എല്ലാം പോയതിനു ശേഷമാണ് ഇവിടേക്ക് ബന്ധുക്കളെ കയറ്റിവിട്ടത്. ബന്ധുക്കൾ ഓരോരുത്തരായി വന്ന് ആർത്തലച്ച് കരയുന്ന ഹൃദയഭേദകമായ കാഴ്ച തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ മരിച്ചവരുടെ എല്ലാം മൃതദേഹങ്ങൾ ഇവിടുന്ന് ഓരോ ആംബുലൻസിലേക്ക് കയറ്റി കൊണ്ടുപോയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലേക്കുള്ള 7 മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള ആംബുലൻസുകളാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഈ മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ളത്. ഈ മൃതദേഹങ്ങളും സംസ്ഥാന സർക്കാർ വളരെ ആദരപൂർവ്വം അതിർത്തിയിൽ എത്തിച്ചു നൽകും. അതിനുശേഷം അവിടെ നിന്ന് തമിഴ്നാട് സർക്കാർ അവരുടെ ആംബുലൻസിൽ അവിടെ നിന്ന് അത് ഏറ്റുവാങ്ങും. ഏതായാലും വളരെയേറെ ദുഃഖകരമായ കാഴ്ച. ഇപ്പോൾ മലയാളികൾ അല്ലാതെയുള്ള ആളുകളുടെയൊക്കെ മൃതദേഹം ദില്ലിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നും അലി അക്ബർ ഷായി നമുക്കൊപ്പമുണ്ട്. അലി അക്ബർ ഷാ, മുംബൈ മലയാളിയായ ഡെന്നിയുടേതടക്കമുള്ള മൃതദേഹങ്ങൾ ദില്ലിയിലേക്ക് കൊണ്ടുപോകാനായുള്ള വിമാനം പുറപ്പെടുകയാണ്. സുജയ ഈ പറഞ്ഞതുപോലെ 45 മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടായിരുന്നു കുവൈറ്റിൽ നിന്നും വ്യോമസേനാ വിമാനം കൊച്ചിയിൽ പറന്നിറങ്ങിയത്. അതിൽ 31 മൃതദേഹങ്ങളാണ് കേരളത്തിലുള്ള മലയാളികളായ 23 പേരും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമായി 31 പേരുടെ മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ ഇറക്കിയിരുന്നത്. ബാക്കി 12 മൃതദേഹങ്ങളുമായി വ്യോമസേനാ വിമാനം ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇത് ഡൽഹിയിലേക്കാണ് ഈ വിമാനം പോകുന്നത്. ഡൽഹിയിലെ സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ വിമാനത്താവളത്തിൽ ഈ മൃതദേഹങ്ങളെ ഏറ്റുവാങ്ങാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. യുപിയിൽ നിന്ന് 3 പേർ, ഒഡീഷയിൽ നിന്നുള്ള 2 പേർ, ബീഹാറിൽ നിന്നൊരാൾ, പഞ്ചാബിൽ നിന്നൊരാൾ, കർണാടകയിൽ നിന്നൊരാൾ, മഹാരാഷ്ട്ര 1, പശ്ചിമ ബംഗാൾ 1, ജാർഖണ്ഡ് 1, ഹരിയാന 1 എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ മരിച്ച ആളുകളുടെ, കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഈ 31 പേരുടെ മൃതദേഹം ഇവിടെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും ആംബുലൻസുകളിൽ പുറപ്പെട്ടു കഴിഞ്ഞു. 23 മൃതദേഹങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. 7 മൃതദേഹം തമിഴ്നാട്ടിലേക്ക്, 1 മൃതദേഹം കർണാടകയിലേക്ക്. ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ വിവിധ ആംബുലൻസുകളിലായി കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. അവരവരുടെ ഉറ്റവരെല്ലാം തന്നെ, ഉറ്റ സുഹൃത്തുക്കളെല്ലാവരും തന്നെ വിമാനത്താവളത്തിൽ മരിച്ചവരുടെ ഭൗതികദേഹം കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നു. അവരും ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേരള പോലീസിന്റെ ഓരോ വാഹനങ്ങൾ, ഓരോ ആംബുലൻസിനും പിന്നാലെ പൈലറ്റ് വാഹനമായി ഒപ്പമുണ്ട്. ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ആംബുലൻസുകൾക്ക് പിന്നാലെ കേരള അതിർത്തി കടക്കുന്നതുവരെ കേരള പോലീസിന്റെ പൈലറ്റ് വാഹനം ഉണ്ടാകുമെന്നാണ് മന്ത്രിമാർ നമ്മളോട് അറിയിച്ചിരുന്നത്. അല്പസമയം മുമ്പാണ് ഔദ്യോഗിക ബഹുമതികളോടുകൂടി 31 ചേതനയറ്റ ശരീരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കേരളം വിട നൽകിയത്. ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്, റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഏറെ സ്വപ്നങ്ങളുമായി ഇവിടെ നിന്നും പറന്ന മനുഷ്യർ, ഇതേ വിമാനത്താവളത്തിൽ നിന്നും പറന്നവർ ഉൾപ്പെടെയുണ്ട്. അവരെല്ലാം ഒരുപാട് സമ്പാദ്യവുമായി തിരിച്ചു വരുന്ന സ്വപ്നം കണ്ടിരുന്ന കുടുംബങ്ങൾക്കരികിലേക്ക് ചേതനയറ്റ ശരീരമായി ഇതേ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ ആ കാഴ്ച ഹൃദയഭേദകമായിരുന്നു. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയാണ് സംസ്ഥാന സർക്കാർ ഈ മൃതദേഹങ്ങൾ കൊച്ചി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങിയത്. അല്പസമയം മുമ്പ് ഈ
ഈ വ്യോമസേന വിമാനം ഇവിടെ ഇറങ്ങുമ്പോൾ തൊട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ട്രോളികളിലായി ഓരോ നമ്പറുകളായി ഓരോ മനുഷ്യർ 31 മനുഷ്യർ വരികയും അവരുടെ പേരും ചിത്രവും രേഖപ്പെടുത്തിയ ടേബിളുകളിൽ ചേതനയേറ്റ് കിടക്കുകയും ചെയ്യുമ്പോൾ ആ മൃതദേഹത്തിന് മുകളിലേക്ക് വീണ് കരയുന്ന ബന്ധുക്കളെ, മരിച്ച സിബിന്റെ അച്ഛനുൾപ്പെടെ വീണ് കരയുന്ന മനുഷ്യരെ നമ്മൾ കണ്ടു. ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ച. കേരളത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ദുഃഖവെള്ളിയായി മാറിയ കാഴ്ച. ആദ്യഘട്ടത്തിൽ കുവൈറ്റിൽ ഒരു ചെറിയ അപകടം എന്നൊരു റിപ്പോർട്ട് വരികയും പിന്നീട് അതൊരു കുവൈറ്റ് കണ്ട ഏറ്റവും വലിയ അപകടമായി മാറുകയും മുഖ്യമന്ത്രി ഇന്ന് പരാമർശിച്ചപ്പോൾ പറഞ്ഞതുപോലെ പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തമായി മാറുകയും ചെയ്ത കാഴ്ച. അത് ഏറ്റവും ബാധിച്ചത് കേരളത്തെയാണ് എന്നതും എടുത്തു പറയേണ്ടത്. തീർച്ചയായും അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ലേബി, ഇപ്പോൾ അലി പറഞ്ഞതുപോലെ കേരളം മുഴുവൻ ഒരു സങ്കട കരച്ചിലിന്റെ ദിവസമാണ്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആ ഒരു വിഷമത്തിലേക്ക് നമ്മൾ എല്ലാവരും എത്തിയതുമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന് വേണ്ടി വെളുത്ത പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ഒപ്പം മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ആളുകളൊക്കെ അവിടെ എത്തുന്നുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രിമാരായ കീർത്തിവർദ്ധൻ സിംഗും സുരേഷ് ഗോപിയും തമിഴ്നാടിന് വേണ്ടി മന്ത്രി KS മസ്താനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ദുരന്തത്തിൽ പൊലിഞ്ഞവർക്ക് ഉചിതമായ യാത്രയയപ്പല്ലേ നമ്മൾ വിമാനത്താവളത്തിൽ കണ്ടത്? തീർച്ചയായും സുജയ, ഉചിതമായ യാത്രയയപ്പ് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകി. സംസ്ഥാന സർക്കാരുകൾ എല്ലാ സജ്ജീകരണങ്ങളും ഏകോപിപ്പിച്ചിരുന്നു. വളരെ കൃത്യമായ ക്രമീകരണങ്ങളാണ് പുലർച്ചെ മുതൽ തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നത്. ആ ഭൗതിക ദേഹങ്ങൾ ഓരോന്നും അക്കമിട്ട് ഇങ്ങോട്ട് ട്രോളിയിൽ കൊണ്ടുവന്നു. ഓരോന്നും അവർക്കായി രേഖപ്പെടുത്തിയിരുന്ന ടേബിളിലേക്ക് മാറ്റി. അതിനുശേഷം അന്തിമോപചാരം ഏറ്റവും ആദരവോടുകൂടി സംസ്ഥാന സർക്കാർ അന്തിമോപചാരം മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ അർപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രിമാർ 2 പേരും അർപ്പിച്ചു. അതിനുശേഷം മറ്റ് ജനപ്രതിനിധികളുണ്ടായിരുന്നു. എല്ലാവരുടെയും അന്തിമോപചാര അർപ്പിക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നടത്തി. അതിനുശേഷമാണ് ബന്ധുക്കൾ ഓരോരുത്തരെയായി ഇങ്ങോട്ട് കയറ്റിവിട്ടത്. അത് വളരെ ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു. നേരത്തെ അലി സൂചിപ്പിച്ചതുപോലെ സിബിന്റെ പിതാവ് വന്ന് വീഴുന്ന കാഴ്ചയൊക്കെ നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് മരിച്ച മലയാളികളുടെ എല്ലാവരുടെയും മൃതദേഹം അതാത് വീടുകളിലേക്ക് ഇവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആംബുലൻസുകളാണ്. തമിഴ്നാട്ടിൽ മരിച്ച 7 പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ആംബുലൻസിലാക്കി വച്ചിരിക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാർ ആദരവെന്നോളം അതിർത്തി വരെ അനുഗമിക്കും. ഇവിടെ നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ചിലവിൽ ഇവിടെ നിന്നുള്ള ആംബുലൻസിൽ അങ്ങോട്ട് എത്തിക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ തമിഴ്നാട് സർക്കാർ ആംബുലൻസ് ഇങ്ങോട്ട് എത്തിക്കുകയായിരുന്നു. 7 ആംബുലൻസുകളും എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ മൃതദേഹങ്ങളും ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോകും. സുജയ, ഏറ്റവും നമ്മൾ ആദ്യം കുവൈറ്റിൽ അപകടം ഉണ്ടാകുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ കുവൈറ്റിലായതുകൊണ്ട് തന്നെ മലയാളികൾ ഉണ്ടാകുമോ എന്ന ആശങ്ക അടുത്ത നിമിഷം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും വരുന്നു. അത് 1, 2, 3 അങ്ങനെ നമ്പറുകൾ ഉയരുന്നു. അത് ഓരോരുത്തരും നമ്മളുടെ ചുറ്റുമുള്ളവരാണെന്ന് തിരിച്ചറിയുന്നു. ആ ഒരു സങ്കട കാഴ്ച, അതിൻ്റെ ഒരു അണപൊട്ടി ഒഴുകുന്ന സാഹചര്യം തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ തന്നെ ബന്ധുക്കൾ എത്തുന്ന കാഴ്ചയൊക്കെ നമുക്ക് കണ്ടു നിൽക്കാൻ പ്രയാസമുള്ളതായിരുന്നു. ഏറ്റവും ഉറ്റവരുടെ പ്രിയപ്പെട്ടവരുടെ ഭൗതികദേഹം ഏറ്റുവാങ്ങാനായി വരിക എന്ന് പറയുമ്പോൾ ഇവരൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് ഇത് വളരെ സന്തോഷത്തോടുകൂടി യാത്ര അയച്ച് വിട്ടതാണ്. പോയി വരൂ എന്ന് പറഞ്ഞ് ഇവിടെ കാത്തിരുന്നവരാണ്. ചേതനയേറ്റ പ്രിയപ്പെട്ടവരുടെ ശരീരം ഏറ്റുവാങ്ങാനാണ് അവരൊക്കെ തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ ഒരു വരവ് അവരാരും തന്നെ പ്രതീക്ഷിച്ചതല്ല. ഇങ്ങനെ വരേണ്ടി വരുമെന്ന് ആരും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. NBTC കമ്പനിയിലെ തൊഴിലാളികൾ താമസിച്ച ഫ്ളാറ്റിൽ ബുധനാഴ്ച പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 50 പേരാണ് മരിച്ചത്.